സെൽവി, ഇങ്ങോട്ട് വാ എന്ന് അമ്മ പറഞ്ഞു. ദോ വരുന്നമ്മേ എന്ന് സെൽവി പറഞ്ഞിട്ട് കല്യാണി അമ്മമ്മേൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മമ്മേ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. നിങ്ങൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നോ, നമുക്കവിടെ മുറ്റത്തിരിക്കാം. ശരി അമ്മമ്മേ, എന്നാൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സെൽവി പോയി. അവിടെ പോയിട്ട് അമ്മ പറഞ്ഞ്, ഇത് എത്ര സമയമായി അമ്മമ്മയായിട്ട് വർത്താനം പറയുന്നത്, തീർന്നിക്കില്ലേ? ഇതെന്നാ ഇത്ര വലിയ ആനക്കാര്യം എന്ന് അമ്മ സെൽവിനോട് ചോദിച്ച്. സെൽവി അതിന് മറുപടി പറഞ്ഞ്, ഒരു കാര്യമില്ല അമ്മേ, ദേവയാനി ചേച്ചി ഇനിയും വന്നിട്ടില്ല അവിടെ. അമ്മമ്മ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത് എന്ന് വെച്ച് കൂട്ടിന് ഞാൻ അവിടെ ഇരുന്നതാണ് എന്ന് സെൽവി അങ്ങോട്ട് പറഞ്ഞു. ആ ശരി, എന്നാൽ കയ്യും കാലും കൈയിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്ക്, ചേച്ചിമാരുണ്ടല്ലോ എന്ന് അമ്മ പറഞ്ഞ്. അതുപടി കയ്യും കാലും കൈയിട്ട് ചേച്ചി ഉണ്ടല്ലോ രണ്ടാളവിടെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കോലായിൽ അച്ഛനും ചേച്ചിമാരും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഓലിങ്ങനെ അപ്പനും മക്കളുമായിട്ട് എന്തെല്ലോ കാര്യങ്ങൾ പറയുന്നു, ഓലെ വീട്ടിലുള്ള കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞ നേരം സെൽവി ഉറങ്ങി. പിന്നെ എന്താന്ന് അറിയില്ലല്ലോ. നേരം വെളുത്തേരെ ഓല് വന്ന ആൾ രണ്ടാളും ചെറിയ കുട്ടികളൊന്നുമല്ല, ചേച്ചിമാർ രണ്ടാളും കല്യാണം കഴിഞ്ഞ ആൾക്കാരാ. ഓക്ക് 2 കുട്ടികളുണ്ട്, ഇവക്ക് 2 കുട്ടികളുണ്ട്, അങ്ങനത്തെ വലിയ ആൾക്കാരാ. എന്നിട്ട് പെണ്ണുങ്ങളല്ലേ, അമ്മ അതേപടി വീട്ടിലുള്ള പണിയൊക്കെ രാവിലെ എടുക്കുന്നു. അപ്പോൾ ഇവർ പെണ്ണുങ്ങളല്ലേ, അന്നേരം ഇവർക്കും വീട്ടിലെ പണിയൊക്കെ ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. അവരെന്തെങ്കിലും ഒരു ചെറിയ പണി അടിച്ചു വാരുന്നതോ തുടയ്ക്കുന്നതോ, ഒരാൾ ഒരു പണി ചെയ്താൽ വേഗം കഴിഞ്ഞില്ലേ, വേഗം പണിക്ക് പോകാമല്ലോ. അതല്ല, പുറത്ത് പോയി ആപ്പൻ്റെ കൂടെ കസാലയിട്ട് കാലിൻ്റെ മേലെ കാലെടുത്തിട്ടിട്ട് ആണുങ്ങളെ പോലെ അച്ഛൻ നടുവിലിരിക്കുന്നു, പെങ്ങളെ മോളും ഏട്ടൻ്റെ മോളും 2 ആൾ 2 ഭാഗത്തിരിക്കുന്നു, ആണിനെ പോലെ തന്നെ കാലിൻ്റെ മേലെ കാലെടുത്തിട്ടിട്ട്. അമ്മ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്നു. ഈ വന്ന 2 ആൾക്കും ഇവർ 3 ആൾ 5 ആൾക്കും കൂടി ഭക്ഷണം വെക്കണ്ടേ, ഭക്ഷണം വെക്കണം, ചായ എല്ലാം ആക്കി ഇവരെ മുന്നിൽ കൊണ്ടാച്ചു തരണം. ഇവർ വിരുന്നിന് വന്നതാണോ? അല്ലാലോ, ഭർത്താവുമാരടുത്ത് കച്ചറയാക്കിയിട്ട് അവിടെ നിന്ന് ചൊടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വിരുന്നിന് വന്നതാണെങ്കിൽ ഒരു വീട്ടിൽ പണിയൊന്നും എടുക്കണ്ട, ഒരാഴ്ചയോ 2 ദിവസമോ ഇരുന്നിട്ട് ഓടി പോകുന്നതല്ലേ, സാരമില്ലെന്ന് വെക്കാം. ഒരു സ്ഥിരതാമസത്തിനൊന്നുമല്ലേ, അന്നേരം എല്ലാ ദിവസവും ഒരാൾ പണിയെടുത്തിട്ട് ഇത്രയും ആളെ ഇതാക്കാൻ പറ്റും? അവരും ഒരു സ്ത്രീയല്ലേ, ഓർക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അത് മനസ്സിലാക്കണ്ടേ, ആര് മനസ്സിലാക്കാൻ? എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. 2 ദിവസമല്ലേ ആവുന്നുള്ളൂ എന്ന് വെച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. 2 ദിവസം ഇതുപോലെ തന്നെ ഒരാൾക്കും ഇല്ല, മുന്നിൽ കൊണ്ടാച്ചു കൊടുത്താൽ ഓലങ്ങ ഭക്ഷണം കഴിക്കും. പിന്നെ ഇവർ പണിക്ക് പോകും പോലെ തന്നെ ഓലും പണിക്ക് പോകും. ആ പൈസയൊക്കെ ഭദ്രമായിട്ട് പേഴ്സിലിട്ട് നല്ലോണം വെക്കും ബാഗിൽ 2 ആളും. അപ്പോൾ ഇവിടെ പൈസയും ചിലവാക്കണം, പണിയും എടുക്കണം. വന്നവർക്ക് നല്ല സുഖമല്ലേ, ഇങ്ങനെ ആർക്കെങ്കിലും സ്ഥലം കിട്ടുമോ? അങ്ങനെ 1 മാസം പോയി, 2 മാസം പോയി. 2 മാസവും ഈ പോത്ത് പോലെ അമ്മയാണ് വീട്ടിൽ നയിക്കുന്നത്. അന്നേരം അച്ഛൻ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ഏട്ടൻ്റെ മോൾക്ക് ചൊടിയായി പോവോ, പെങ്ങളെ മോള് മാമൻ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുമോ എന്നുള്ള ചിന്തയാണ് അച്ഛന്. അതുകൊണ്ട് അച്ഛനൊന്നും പറയുന്നില്ല. അപ്പോൾ അമ്മ വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞാൽ മാമൻ്റെ ഭാര്യ എങ്ങനെ പറഞ്ഞെന്ന് ഓള് പറയുമോ,
ആപ്പൻ്റെ ഓള് പറഞ്ഞെന്ന് ഇവള് പറയുമെന്ന് അമ്മ. പണിയെടുക്കാൻ കഴിയണ്ടേ? ആവുന്നില്ലല്ലോ. എന്നിട്ട് തീരെ ആവുന്നില്ല. ഒരു ദിവസം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പോഴത്തേക്ക് ഒരു 2.5-3 മാസത്തിൻ്റെ അടുത്തായേ ഇവർ വന്നിട്ട്. ആവുന്നില്ല. ഇത് പൈസ ഇവർ വന്നതിൻ്റെ ശേഷം ഒരു 10 പൈസ കയ്യിൽ നിൽക്കുന്നില്ല. ചിലവ് വേണ്ട, ഇവിടെ കുറേ വേണ്ട, നല്ല ഭക്ഷണം വെച്ച് കൊടുക്കണ്ടേ? അതല്ല അച്ഛൻ്റെ നിയമം. വരുന്ന ആൾക്കൊക്കെ നല്ല ഭക്ഷണം വെച്ച് കൊടുക്കണമെന്ന്. അന്നേരം ആ പെണ്ണുങ്ങൾക്ക് മനസ്സിലാവണ്ടേ, നമ്മളും പെണ്ണുങ്ങളല്ലേ, പാവമല്ല ഒരു പെണ്ണുങ്ങളിങ്ങനെ അധ്വാനിക്കുന്നില്ല. ഇല്ല. അന്നേരം അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ തലവേദനയൊക്കെ ഉള്ളതല്ലേ, ആവുന്നില്ല. അന്നേരം ഇവർ രണ്ടാളും പണിക്ക് പോവാനിറങ്ങി. അമ്മയ്ക്ക് ക്ഷീണമായിട്ട് പോകാനാവുന്നില്ല. അന്നേരം മുത്തു ചോദിച്ച്, ആ എന്താളേമ്മേ പോകുന്നില്ലെന്ന് എന്ന് ചോദിച്ച്. ഇല്ല മുത്തു, എനിക്ക് ക്ഷീണമാവുന്നു, എനിക്ക് എന്തെല്ലോ ആവുന്നു, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല, നാളെ പോവാം എന്ന് അമ്മ അങ്ങോട്ട് മറുപടി പറഞ്ഞു. ഓളതിന് ആ ശരി ഇളയമ്മേ, എന്നാലും ഞാൾ പോയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓല് രണ്ടാളും പോയി. അച്ഛനുണ്ട് അവിടെ ഇരിക്കുന്നു. ഇവർ രണ്ടാളും ഒരുമിച്ചല്ലേ പോവും, ഒറ്റയ്ക്ക് പോകില്ലല്ലോ. അന്നേരം ഓല് പോയി കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, ഇനി ഇവർ രണ്ടാളും ഇവിടെ നിൽക്കാൻ പാടില്ല, പോകണം എന്ന് പറഞ്ഞ്. അന്നേരം അച്ഛൻ ചോദിച്ചു, എന്തായി, എന്ത് പറ്റി, നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും പിണങ്ങിയാ എന്ന് ചോദിച്ചു. എന്താണെന്ന് അറിയില്ലേ, കാഴ്ചയില്ലേ, കണ്ണില്ലേ എന്ന് അമ്മ അങ്ങോട്ട് ചോദിച്ചു. എന്താ നീ പറ, കാര്യം പറ, എനിക്ക് മനസ്സിലാവണ്ടേ നീ ഇങ്ങനെ പറഞ്ഞാൽ എന്ന് അച്ഛൻ പറഞ്ഞു. ഞാനിവിടെ കിടന്ന് നയിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, ഓര് രണ്ടാളിൽ നിന്ന് ആണാ. ഇതിൻ്റെ മുന്നേ 2 ആണുങ്ങൾ വന്ന് ഏട്ടൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട്, അവർ ആൺകുട്ടികളാ. ശരി, ഓർക്ക് ഇങ്ങനത്തെ അടുക്കള പണിയോ വീട്ടിൻ്റെ പണിയൊന്നും ചെയ്യാൻ പാടില്ല, മാനക്കേടാ ഓലിക്ക്, ആൺകുട്ടികളായതുകൊണ്ട്. അത് മുതിർന്നവരല്ലേ, സാരമില്ലെന്ന് വെച്ച്. ഇവർ പെണ്ണുങ്ങളല്ലേ, ഇവരെ വീട്ടിൽ പെണ്ണുങ്ങൾ പണിയെടുക്കൂലേ? ഇങ്ങനെ കസാലയിട്ട് കാലിൻ്റെ മേലെ കാലിട്ട് ആണുങ്ങളെപ്പോലെ ഇങ്ങനെ കുത്തിരിഞ്ഞാൽ ഞാനെന്താ ഇവരത്തെ ജോലിക്കാരത്തിയാ? അല്ല, എന്നെ കെട്ടിക്കൊണ്ടുവന്നത് നിങ്ങളെ കുടുംബക്കാർ വരുന്ന അത്ര ആൾക്കാർക്ക് ഇങ്ങനെ അടിമപ്പണി ചെയ്ത് നയിച്ചു കൊടുക്കണമെന്നാണോ നിയമം എന്ന് അമ്മ ചോദിച്ചു. അതിന് അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു, അതൊന്നും ഞാൻ പറഞ്ഞില്ലാലോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഓല് രണ്ടാളും ചൊടിക്കൂലേ എന്ന് അച്ഛൻ പറഞ്ഞു. ഓ, നിങ്ങൾ പറഞ്ഞാൽ ചൊടിക്കൂ, അപ്പം ഞാൻ പറഞ്ഞാലോ, അപ്പം ഞാൻ കുറ്റക്കാരത്തിയാവൂലേ? അല്ല തന്നെ എന്നെ കണ്ണെടുത്ത കണ്ടുവിടാലോ. എൻ്റെ ലാഭവും അധ്വാനം മാത്രമല്ലേ നിങ്ങൾക്ക് വേണ്ടൂ, എന്നെ ആർക്കും വേണ്ടാലോ എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് കല്യാണി അമ്മമ്മയും ദേവയാനി ചേച്ചിയും ഇങ്ങോട്ട് പതുക്കെ വന്നിട്ട് കല്യാണി അമ്മമ്മ അച്ഛനോട് പറഞ്ഞു, സ്വാമി, ഓൾ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ, ഞാനിത് കാണുന്നുണ്ടല്ലോ, ഇപ്പം 3 മാസത്തിൻ്റെ അടുത്തായില്ലേ മോനെ. ഇത് എത്രയാ, നിൻ്റെ കൂടെ വന്നിട്ട് പണിയെടുക്കണം, ഇവിടെ വന്നിട്ട് രാവിലെയും പണി, രാത്രി 10 മണി വരെ പണിയെടുക്കുന്നു. ഓക്കും ക്ഷീണങ്ങൾ ഉണ്ടാവില്ലേ, ഓളും ഒരു മനസ്സ് സ്ത്രീയല്ലേ മോനെ, പാവം ഉണ്ടാവില്ലേ? ആ വന്ന 2 പെണ്ണുങ്ങളും ചെറിയ കുഞ്ഞ് സെൽവീനെ പോലെ കുട്ടികളൊന്നല്ലല്ലോ, വലിയ കല്യാണം കഴിച്ച് ഈ 2 മക്കളുള്ള പെണ്ണുങ്ങളല്ലേ. ഓലിക്കെന്താ വീട്ടിലെ പണിയെടുത്തൂടെ, എന്തെങ്കിലും ഒരു ചെറിയ പണി സഹായിച്ചൂടെ, ഇത് തുടച്ചൂടെ, ഇതൊന്ന് അടിച്ചു വാരിക്കൂടെ, അതൊക്കെ ചെയ്യാലോ. എന്താ ഓലിക്ക് ചേതം ഇങ്ങനെ ആണുങ്ങളെപ്പോലെ കാലുമേൽ കാലിട്ട് കുത്തിരിക്കുന്നത്? സ്വാമിക്ക് എതിരില്ലെങ്കിൽ ഞാൻ പറയാം. അല്ല, നിങ്ങൾ രണ്ടാളും പറഞ്ഞാൽ ഓലി ചൊടിക്കും, വെറുപ്പ് പിടിക്കും, ചൊടിച്ചു പോകുന്നൊക്കെയല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ എന്നോട് വെറുത്തോട്ടെ, പോയിക്കോട്ടെ, സാരമില്ല, ഞാൻ പറയാം, ഓല് വൈകുന്നേരം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ചോറും കറിയും ഒന്നും വെക്കണ്ട തായമ്മേ, ഞാൻ അവിടെ കിടന്നോ. സ്വാമി, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ, എത്ര പൈസയാണ് ചിലവാക്കുന്ന ഒരു ദിവസം. നിങ്ങളിന്ന് ഓല് വരുന്നതിൻ്റെ മുന്നേ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് കഴിച്ചിട്ട് അവിടെ കിടന്നോ, വെക്കണ്ട, ഓല് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം എന്ന്
കല്യാണി അമ്മമ്മ പറഞ്ഞ്. അച്ഛൻ പറഞ്ഞ് ശരി അമ്മയെന്ന് പറഞ്ഞ്. എന്നിട്ട് അതേപോലെ കല്യാണി അമ്മമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്ത്. ഓല് രണ്ടാളും വന്നിട്ട് നോക്കുമ്പോൾ ഒരു ചോറും ഒരു പണിയെടുത്തിക്കില്ല, അങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പോൾ നോക്കി ഓള് ചോദിച്ച് മുത്തുവെച്ചി, ഇളയമ്മേ ഇതെന്താ ഒന്നും വെച്ചിക്കില്ലേ എന്ന് ചോദിച്ച്. അന്നേരം അതൊരമ്മ പറഞ്ഞ്, തീരെ വയ്യ മോളെ, അതുകൊണ്ട് ഒന്നും ആക്കിയിക്കില്ല, വേണമെങ്കിൽ നിങ്ങൾ രണ്ടാളും ആക്കിക്കോ, എല്ലാ സാധനവും ഉണ്ട് എന്ന് അമ്മ പറഞ്ഞ്. അതിന് ഇവള് ചെന്നിട്ട് മറ്റോളോട് ചോദിച്ച്, പൂർണിമേ കഴിക്കാനൊന്നുമില്ലേ ഇവിടെ, ഒന്നും ആക്കിയിക്കില്ല ഇളയമ്മ, എന്താ ചെയ്യണ്ടേ എന്ന് ഓളോട് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞ്, ചെയ്യാൻ എന്തെന്നായിരിക്കുന്നേ, റെയിലിനപ്പുറത്തെ ഹോട്ടലല്ലേ, വാ അവിടെ പോവാം. അല്ല ഇളയമ്മ പറഞ്ഞ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ചോന്ന് പറഞ്ഞ്. എനക്ക് കഴിയല്ലേ, ഇപ്പം അല്ലേ പണിയും കഴിഞ്ഞ് വന്നിട്ട് ഇവിടെയും പണിയെടുക്കാൻ പറ്റുമോ, എനക്ക് കഴിയല്ല, നീ വേണമെങ്കിൽ വെച്ചോ, ഞാൻ ആ പീടിയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് കിടക്കാൻ പോവാ എന്ന് പൂർണിമ പറഞ്ഞ്. അപ്പോൾ ഓളങ്ങനെ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞ്, ശരി എന്നാൽ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് രണ്ടാളും പീടിയിൽ പോയി. അന്നേരം കല്യാണി അമ്മമ്മ പറഞ്ഞ്, സ്വാമി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.